ഗ്ലോറി ടു ഗോഡ്. അനുഗ്രഹീതമായ നല്ല നിമിഷം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഏവർക്കും ഒരുക്കിയ ഈ അനുഗ്രഹീതമായ നിമിഷത്തെ ഓർത്ത് ആഴമായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ സൂമിലും യൂട്യൂബിലും ഒക്കെയായി ജോയിൻ ആയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തും ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഇന്ന് രാത്രിയിലും അസാധാരണമായ ദൈവ സാന്നിധ്യത്തിന്റെ അകത്തിരുന്നു കൊണ്ട് ഈ മെസ്സേജ് എടുക്കുവാൻ സർവശക്തനായ ദൈവം, ഈ മെസ്സേജ് കേൾക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകിയിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ദൈവവചനം കേൾക്കാൻ കഴിയുന്നത് പോലൊരു ഭാഗ്യം ഒരു മനുഷ്യന്റെ ലൈഫിൽ വേറെ ഇല്ല. ദൈവവചനത്തോടു കൂടെ ചേർന്ന് ചിന്തിക്കാൻ, ദൈവം സംസാരിക്കുന്ന തൻ്റെ അധര ശബ്ദത്തോട് കേട്ട് നമുക്ക് ധ്യാനിക്കാൻ, ആലോചിക്കാൻ, ചിന്തിക്കാൻ, തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, അവൻ എത്ര തകർന്ന അനുഭവത്തിൽ ഇരുന്നാണ് കേൾക്കുന്നതെങ്കിലും, അവൻ എത്ര മടുത്തുപോയ അനുഭവത്തിൽ ഇരുന്നാണ് കേൾക്കുന്നതെങ്കിലും, അവൻ എത്ര പ്രത്യാശയും പ്രതീക്ഷയും ഇല്ലാത്ത ഒരു അനുഭവത്തിൽ ഇരുന്നാണ് കേൾക്കുന്നതെങ്കിലും, അവൻ ദൈവവചനത്തോടുകൂടെ പണിയപ്പെടും. അത് വചന സത്യമാണ്, അത് വചന സത്യമാണ്. കാരണം യിരെമ്യാ പ്രവാചകന്റെ വായിലേക്ക് ഈ വചനം ദൈവം വെച്ചുകൊടുത്തിട്ട് തനിക്ക് വചനത്തിനകത്തുള്ള ചില സവിശേഷതകളെ കൂടെ പറഞ്ഞാണ് ഈ വചനം തന്റെ നാവിലേക്ക് പകർന്നു കൊടുക്കുന്നത്. താങ്ക് യു ജീസസ്. അതൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും. പെട്ടെന്ന് പറഞ്ഞു വന്നപ്പോ എനിക്ക് എന്റെ ചിന്തയിലേക്ക് കയറി വന്നത്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഓ നന്ദി യേശുവേ. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം, ഹല്ലേലൂയ, 1-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ, അതിന് 8 മുതൽ വായിക്കുന്ന കുറച്ചുകൂടെ നന്നായി. 8 മുതൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന് 8 മുതൽ. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ യഹോവ കൈ നീട്ടി എന്റെ വായെ തൊട്ടു. ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. നോക്കുക, യിരെമ്യാവ് എന്ന ബാലന്റെ വായെ എന്റെ ദൈവം നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു എന്ന് ഞാൻ പറയും. കാരണം യിരെമ്യാവിന് കൊടുക്കാൻ കഴിയുന്ന ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും മാധുര്യമേറിയ തേനും തേൻകട്ടയുമാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ഏറിയ മാധുര്യമുള്ള ദൈവവചനമാണ് യിരെമ്യാവിന്റെ വായിൽ ദൈവം, യഹോവയായ ദൈവം വെച്ചുകൊടുക്കും. വചനം വെച്ചുകൊടുത്തിട്ട് ദൈവം അതിനു മുന്നേ പറയുന്നൊരു കാര്യമുണ്ട്: ഭയപ്പെടേണ്ട, ഭയപ്പെട. നീ അവരെ ഭയപ്പെടേണ്ട, നീ അവരെ ഭയപ്പെടേണ്ട. കാരണം യിരെമ്യാവ് ഭയപ്പെടുന്ന ജാതി ഏതാണെന്ന്, യിരെമ്യാവ് ഭയപ്പെടുന്ന ജനം എന്താണെന്നും, ഭയപ്പെടുന്നതിന്റെ പശ്ചാത്തലം എന്താണെന്നും അത് ഓവർകം ചെയ്യാൻ യിരെമ്യാ പ്രവാചകന് കഴിയത്തില്ലെന്നുള്ളത് കൊണ്ടും, തനിക്ക് എന്താണ് ഈ ധൈര്യത്തിന് ആവശ്യമെന്ന് അറിയുന്ന ദൈവം തനിക്ക് കൊടുക്കുന്നൊരു ഗിഫ്റ്റാണ് ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ദൈവവചനം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തിന് ഒരു വ്യക്തിക്ക് നൽകാൻ കഴിയുന്ന ധൈര്യം പോലെ ഈ ലോകത്തിലെ ഒരു മോട്ടിവേഷണൽ സ്പീക്കറുടെ പ്രസംഗത്തിനും നിങ്ങൾക്ക് നൽകാൻ കഴിയത്തില്ല. മറ്റൊന്ന്, ദൈവത്തിന്റെ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന വള്ളിക്കെങ്കിലും പുള്ളിക്കെങ്കിലും ഒരു മാറ്റവും വരുത്താൻ ഈ ഭൂമിയിൽ ഇന്നേ വരെ ഇനി മേലാലും ഒരു മനുഷ്യർക്ക് കഴിഞ്ഞിട്ടില്ല. ഒത്തിരി സംഘടനകൾ, ഒത്തിരി രാഷ്ട്രീയക്കാർ, ഒത്തിരി മതവിദ്വേഷികൾ, ഒത്തിരി നിരീശ്വരവാദികൾ ഈ ദൈവവചനം ഈ ഭൂമിയിൽ നിന്ന് നിർമൂലമാക്കാനായി ശ്രമിച്ചതാണ്. പക്ഷേ ഒരെണ്ണം കത്തിക്കുമ്പോൾ 1 കോടി പ്രിന്റ് എവിടുന്നെങ്കിലും പുറത്തു വരും. ഒരു ബൈബിൾ അല്ലെങ്കിൽ ഒരു തിരുലിഖിതം കത്തിക്കുമ്പോൾ 1 കോടി പ്രിന്റ് എവിടുന്നെങ്കിലും പുറത്തു വരും. ഹല്ലേലൂയ.
ഈ ഭൂമിയും ആകാശവും ഒഴിഞ്ഞു പോയാലും ദൈവത്തിന്റെ വചനത്തിന് ഒരു മാറ്റവുമില്ലെന്ന് തിരുവെടുത്ത് സാക്ഷ്യപ്പെടുത്തി വെച്ചു. ഈ വചനം കൊണ്ട് യിരെമ്യാവിന്റെ വായ നിറച്ചതിന് ശേഷം, അല്ലെങ്കിൽ നിറയ്ക്കുന്നതിന് തൊട്ടു മുന്നേ ദൈവം പറയുന്നു, മോനെ യിരെമ്യാവേ, നീ ആ ജാതിയെ ഭയപ്പെടരുത്, നീ ഭയപ്പെടരുത്. ഇതിനകത്ത് എന്നോട് ദൈവാത്മാവ് പറയാൻ, പ്രവചനാത്മാവിൽ പറയാൻ എന്നോട് പറയുന്നു, ഏതൊക്കെയോ വ്യക്തികളെയും, ഏതൊക്കെയോ കുടുംബക്കാരെയും, ഏതൊക്കെയോ രക്തബന്ധങ്ങളെയും ഒക്കെ ഭയപ്പെട്ടു നിൽക്കുന്ന, ഭയത്തോടുകൂടെ മാത്രം ചിലരോട് സംസാരിക്കുന്ന, ഭയത്തോടുകൂടെ മാത്രം ചിലരോട് ഇടപഴകേണ്ടതിനു വേണ്ടി ഇടപഴകുന്ന, അത് ഭയത്തോടുകൂടെ ഇടപഴകുന്ന ഏതൊക്കെയോ മാന്യ സഹോദരങ്ങൾ, ഏതൊക്കെയോ ദൈവമക്കൾ ഇന്ന് ഈ മെസ്സേജ് ഈ പ്ലാറ്റ്ഫോമിനകത്തിരുന്ന് കേൾക്കുന്നുണ്ട്. അവരോട് ആദ്യമേ പരിശുദ്ധാത്മാവ് അടിവരയിട്ട് ഉറപ്പിച്ചു പറയുന്നു, നീ അവരെ ഭയപ്പെടേണ്ട, നീ അവരെ ഭയപ്പെടേണ്ട. ദൈവം ഒരിക്കലും ഒരു വ്യക്തിക്കെതിരല്ല, ദൈവം ഒരിക്കലും ഒരു വ്യക്തിക്കെതിരല്ല. എന്നാൽ ഒരു വ്യക്തിയെ തിന്മയുടെ ആത്മാവിൽ നിറയ്ക്കുന്ന ശത്രുവിന് ദൈവം എതിരാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും ഒരു ജനത്തിനെതിരല്ല, ദൈവത്തിന്റെ ആത്മാവ് ഒരിക്കലും ഒരു ജനസമൂഹത്തിനെതിരല്ല. പക്ഷേ ഒരു ജനത്തെയും ഒരു ജനസമൂഹത്തെയും തിന്മയുടെ ആത്മാവിൽ, പൈശാചിക ആത്മാവിൽ നിറയ്ക്കുന്ന ആത്മാവിനോട് ദൈവം എതിരാണ്. അതേ ആത്മാവിൽ നിറഞ്ഞ പൗലോസ് തന്നെ നമ്മോട് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് പോരാട്ടമുള്ളത് ജനത്തോടല്ല, ജഡരക്തങ്ങളോടല്ല, സഹോദരി സഹോദരന്മാരോടല്ല, ഭാര്യ ഭർത്താക്കന്മാരോടല്ല, അമ്മയപ്പന്മാരോടല്ല, സഹോദരങ്ങളോടല്ല, ചാർച്ചക്കാരോടല്ല, അവരെ തിന്മയുടെ ആത്മാവിൽ നിറയ്ക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികളോടും സ്വർലോകത്തിലെ ദുരാത്മസേനയോടും നമുക്ക് പോരാട്ടമുണ്ട്, നമുക്ക് പോരാട്ടം. യിരെമ്യാവിന്റെ വായിലും ദൈവവചനം വെച്ചുകൊടുത്തിട്ട് പറയുന്നു, ആ ജനത്തെ നീ ഭയപ്പെടും. കാരണം നിന്റെ വായിൽ ഞാൻ നിറയ്ക്കുന്ന വചനത്തിന് മുന്നോട്ട് പറയുന്ന ചില സവിശേഷതകളുണ്ട്. ആ വചനം നിന്നിൽ ഞാൻ തരും. എന്താണ് ആ സവിശേഷത എന്ന് പറയുന്നത്? നോക്കുക. ആദ്യം ദൈവം പറയുന്നു, നോക്കുക. കേൾക്കാനല്ല പറയുന്നത്, നോക്കാനാ പറയുന്നത്. ഹല്ലേലൂയ. ഇന്നെല്ലാവരും കേൾക്കുന്നവരാണ്. വീഡിയോ ഓഫ് ചെയ്തിട്ട് മെസ്സേജ് കേൾക്കുന്നവരാണ്. നമ്മൾ ടി വി ഓൺ ചെയ്തിട്ട് നമ്മൾ മെസ്സേജ് കേൾക്കുന്നു, അല്ലെങ്കിൽ പാട്ടുകൾ കേൾക്കുന്നു. നോക്കുന്നതും കേൾക്കുന്നതും രണ്ടും രണ്ടാണ്. നോക്ക്. ഇപ്പൊ നമ്മൾ പിള്ളേരോട് പറയും, മക്കളോടൊക്കെ പറയും, മോനെ വായിച്ചു പഠിച്ചാൽ ശരിയാകത്തില്ല, നീ എഴുതി പഠിക്കണം. എഴുതുമ്പോ പറഞ്ഞോണ്ട് നീ എഴുതണം. കാരണം പറയുന്നതും തലയ്ക്കകത്തിരിക്കും, എഴുതുന്നതിലേക്ക് ഞാൻ നോക്കുന്നത് കൊണ്ട് എന്റെ ബ്രെയിനിനകത്താണ് അത് എഴുതപ്പെടുന്നത്. അതേസമയം ഞാൻ വായിച്ചു പഠിക്കുമ്പോൾ ഞാൻ കണ്ണടയ്ക്കും, ഞാൻ കോട്ടുവായിടും, തലചൊറിയും, പല രീതിയിലായിരിക്കും ഞാൻ ഒരു കാര്യം വായിച്ചു പഠിക്കുന്നത്. അതേസമയം അതേ കാര്യം ഞാൻ നോക്കി എഴുതി പറഞ്ഞ് ഞാൻ പഠിക്കുമ്പോൾ എഴുതുന്നത് പേപ്പറിലാണെങ്കിലും എന്റെ ബ്രെയിനിനകത്ത് ഇത് എഴുതും. അതുകൊണ്ട് ദൈവം യിരെമ്യാവിന്റെ ശ്രദ്ധയെ തന്റെ ശബ്ദത്തിലേക്ക് ആകർഷിക്കുകയാണ്. യിരെമ്യാവിന്റെ ശ്രദ്ധയെ. കാരണം യിരെമ്യാവ് ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തനിക്കൊരിക്കലും ഒന്നിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. ഭയത്തിന് അങ്ങനെ ഒരു പ്രശ്നം, ഭയത്തിന് അങ്ങനെ ഒരു പ്രശ്നം, ആൻസൈറ്റിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഡിപ്രഷൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഫിയറിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒന്നിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ആൾക്കാർ ഇന്ന് ഇതിനകത്തുണ്ട്, അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾ ഇന്ന് ഇതിനകത്തുണ്ട്. നിങ്ങൾ എന്നെ കേൾക്കുന്നു, നിങ്ങൾ എന്നെ കാണുന്നു, പക്ഷെ നിങ്ങൾ ഞാൻ പറയുന്നത് ഗ്രഹിക്കാതെ വണ്ണം മനസ്സ് പറന്നുകൊണ്ട് നിൽക്കുന്ന ഒരന്തരീക്ഷത്തിലാണെന്ന് നിങ്ങൾ ഇപ്പോൾ ഈ വചനത്തിനകത്ത് നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ മനസ്സിനെ ആദ്യം നിങ്ങൾ തിരിച്ചു പിടിക്കും. ദൈവത്തിന് നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ, ദൈവവചനത്തിന് നിങ്ങളിൽ ക്രിയ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ ചെവി, നിങ്ങളുടെ ശ്രദ്ധ ദൈവത്തിന് വളരെ അത്യാവശ്യം. പകുതി ദൂത് കേട്ടോണ്ട് പോയ മോശയ്ക്ക് ഒന്നും ദൈവമക്കൾ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ ചെയ്യാനില്ല, ഒന്നും ചെയ്യാനില്ല. പകുതി ദൂത് കേട്ടോണ്ട് പോയിട്ട് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് താൻ മുഴുദൂതും ദൈവം പറയുന്നത് എന്തെന്ന് വ്യക്തമായി കേൾക്കുന്നതോടൊപ്പം തന്റെ ബലഹീനത എന്താണെന്നും കൂടെ ദൈവത്തോട് അറിയിക്കാൻ മോശ തയ്യാർ. ആ മോശയുടെ തുറന്ന മനസാക്ഷിയോടാണ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചതും പിന്നത്തേതിൽ മോശയെ അതിശക്തമായി ജനത്തിന്റെ ലീഡറാക്കി മാറ്റി. ദൈവദാസനെ, ദൈവദാസിയെ,
നിങ്ങളുടെ ബലഹീനത എന്താണെന്ന് വളരെ വ്യക്തമായി അറിയുന്ന ഒരു ദൈവം, ഒരപ്പൻ നമുക്കുണ്ട്. എനിക്ക് ഈ സഭയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല കർത്താവ്, എനിക്ക് ഈ ജനത്തെ ടീച്ച് ചെയ്യാൻ കഴിയുന്നില്ല കർത്താവ്, എന്റെ ദർശനങ്ങൾ കൊത്തി ജനം നിൽക്കുന്നില്ല കർത്താവേ എന്ന് ഹൃദയത്തിൽ വേദനിക്കുന്ന ഏതോ ദൈവദാസന്മാരോട് പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. ഭയപ്പെട. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വളർച്ച ഈ സഭയ്ക്കകത്ത് ഉണ്ടാകുന്നില്ല കർത്താവേ. ഞാൻ പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവസന്നിധിയിൽ യാഗമായി അർപ്പിക്കുന്ന പ്രാർത്ഥനകൾക്കൊന്നും ഈ സഭയ്ക്കകത്ത് ഫലമുണ്ടാകുന്നില്ല കർത്താവേ എന്ന് ദൈവത്തോട് പരിതപിച്ചും പിറുപിറുത്തും വേദനിച്ചും ഇരിക്കുന്ന അഭിഷിക്ത ഗണത്തോട് ദൈവാത്മാവ് ദൂത് കൈമാറുകയാണ്. നീ ഭയപ്പെടൻ. ദൈവത്തിലേക്ക് നോക്കുന്ന ഒരു മനുഷ്യനോട് മാത്രമേ ദൈവത്തിന് ഇത് പറയാൻ കഴിയൂ. അല്ലെങ്കിൽ ദൈവത്തെ കേൾക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയോട് മാത്രമേ നമ്മുടെ അപ്പൻ ഇത് പറയാൻ കഴിയത്തുള്ളൂ. ഭയപ്പെടും. നീ പലരിലേക്കും നിന്റെ കണ്ണ് നട്ടിരിക്കുന്നെങ്കിൽ, പലരിലേക്കും നിന്റെ വിശ്വാസം നീ അർപ്പിച്ചിരിക്കുന്നെങ്കിൽ, ആരിൽ നിന്നാണ് ഈ ശബ്ദം വന്നതെന്ന് നിനക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് യിരെമ്യാവോട് പറയുന്നു, യിരെമ്യാവേ മോനെ, നോക്കുക. എവിടുന്നൊക്കെയോ യിരെമ്യാവിന്റെ ശ്രദ്ധയെ പരിശുദ്ധ ദൈവം തിരിച്ചു വിളിക്കുക. എവിടൊക്കെയോ തന്റെ കണ്ണുടക്കിപ്പോയി, ഏതൊക്കെയോ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ, ഏതൊക്കെയോ ഭീരുത്വത്തിന്റെ അനുഭവങ്ങളിൽ, ഏതൊക്കെയോ തിന്മയുടെ അനുഭവങ്ങളിൽ, ഏതൊക്കെയോ ഭയചകിതമായ അനുഭവങ്ങളിലൊക്കെ തന്റെ കണ്ണുടക്കിപ്പോയി. കണ്ണ് മാത്രമല്ല ഉടക്കിപ്പോയി, കണ്ണുടക്കുന്നിടത്ത് മനസ്സുടക്കും. കണ്ണുടക്കുന്നിടത്ത് മനസ്സുടക്കും, ചിന്തയും ശരീരവും. എവിടെയാണോ നിന്റെ നിക്ഷേപം സ്വരൂപിച്ചിരിക്കുന്നത്, എവിടാണോ താങ്കളുടെ നിക്ഷേപം സ്വരൂപിച്ചിരിക്കുന്നത്, അവിടെ ഇരിക്കും കണ്ണും മനസ്സും ശരീരവും. നിങ്ങൾ ആരേലും അടുപ്പത്ത് എന്തേലും വെച്ചിട്ടാണ് ഈ മീറ്റിംഗ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ, ഗ്യാസേൽ അല്ലെങ്കിൽ സ്റ്റൗവിൽ അടുപ്പയിൽ എന്തേലും വെച്ചിട്ടാണ് ഈ മീറ്റിംഗ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ മിനിമം 2 പ്രാവശ്യം നിങ്ങൾ എഴുന്നേറ്റ് പോയിട്ടുണ്ടാവും. കാരണം തിളച്ചോ, കരിഞ്ഞോ, ചാടിയോ, പാകമായോ എന്ന് നോക്കാം. കാര്യം എന്നാ, മീറ്റിംഗിൽ ഇരിക്കുന്നെങ്കിലും അടുപ്പത്ത് സാധനം ഇരിക്കുന്നതിൽ നിക്ഷേപം കിടക്കും. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളാണ് പറയുന്നത്. ഞാൻ അങ്ങനെ പ്രസംഗിക്കുന്ന ഒരാൾ. സോ എന്റെ നിക്ഷേപം, എന്റെ ശ്രദ്ധ ഞാൻ ഏതിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നോ, ഞാൻ അവിടെ കിടക്കുന്നിടത്തോളം കാലം തമ്പുരാൻ എന്റെ ജീവിതത്തിൽ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് എന്നെ പിടിച്ചുയർത്താൻ കഴിയും. യിരെമ്യാവെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് തനിക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ. ഇതാ ദൈവത്തിന്റെ ആത്മാവ് യിരെമ്യാവോട് പറയുന്നു, മോനെ യിരെമ്യാവേ, ഭയപ്പെടുന്ന ബാലനെ, നീ എന്നെ അറിയുന്നത് ഇപ്പോഴാ, അല്ലെങ്കിൽ നീ എന്നെ കേൾക്കുന്നത് ഇപ്പോഴാ, അല്ലെങ്കിൽ നിനക്ക് എന്നെ വിശ്വസിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ നിന്നെ അറിഞ്ഞ ഒരു സമയം എപ്പോഴാന്ന് ചോദിച്ചാൽ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ ഉരുവാക്കുന്നതിന് മുന്നേ ഞാൻ നിന്നെ അറിഞ്ഞു. ഇതാരും അറിയാനില്ലെന്ന് പറയുന്ന ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു. ആരും എന്നെ കേൾക്കാനില്ല എന്ന് പറയുന്ന ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു. ആരും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ, എന്നെ ഒന്ന് മെന്റർ ചെയ്യാൻ, എന്നെ ഒന്ന് ലീഡ് ചെയ്യാൻ, എന്നെ ഒന്ന് കൂടെ കൂട്ടാൻ, എന്നെ ഒന്ന് വളർത്താൻ, എന്നെ ഒന്ന് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഒന്ന് നിലനിർത്താൻ ആരും എനിക്കില്ലല്ലോ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു, ഭയപ്പെടരുത്, ഞാൻ നിന്നെ അറിഞ്ഞിരിക്കും. എവിടെ വെച്ചാ? നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുന്നേ, ഉരുവായതിനു ശേഷം, ഉരുവായതിന് മുന്നേ. നിങ്ങളുടെ നാട്ടുകാർ നിങ്ങളെ അറിഞ്ഞത് നിങ്ങൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന് വളർന്ന് നിങ്ങൾ അവരുമായി സംസാരിക്കാനും സഹവർത്തിക്കാനും തുടങ്ങിയതിനു ശേഷം, നിങ്ങൾക്കൊരു കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് കൂട്ടുകൂടാൻ പോയതിനു ശേഷം, നിങ്ങൾക്ക് നാട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടുകാർക്ക് പ്രയോജനപ്പെടാൻ തുടങ്ങിയതിനു ശേഷം നാട്ടുകാർ നിങ്ങളെ അറിഞ്ഞു തുടങ്ങി. പക്ഷെ കർത്താവ് നിങ്ങളെ അറിഞ്ഞൊരു സമയം എപ്പോഴാന്ന് അറിയാവോ? നിങ്ങൾ അപ്പാ പിതാവെന്ന് വിളിച്ചതിന് ശേഷം അല്ല, നിങ്ങൾ ദൈവത്തെ പരിചയപ്പെട്ടതിന് ശേഷം അല്ല, നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ ഉരുവാകുന്നതിന് മുന്നേ. which means he has a greater plan about you. നിങ്ങളെ കുറിച്ചൊരു ഭയങ്കര പദ്ധതി എന്റെ ദൈവത്തിന്റെ ഹൃദയത്തിൽ തോന്നിയത് കൊണ്ടാണ്
അമ്മയുടെ ഉദരത്തിൽ നിങ്ങളെ വരച്ചത്. ഇനി നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്റെ ദൈവത്തിന്റെ ശ്രദ്ധയിലില്ലാത്ത കാര്യമാണോ? ഇനി നിങ്ങളുടെ ഈ ഒറ്റപ്പെടൽ എന്റെ ദൈവം അറിയാത്തൊരു കാര്യമാണ്. നിങ്ങളെ അവഗണിച്ചത് എന്റെ ദൈവം അറിയാത്തൊരു കാര്യമാണ്. നിങ്ങൾ ഈ ഭയത്തിന്റെ അനുഭവത്തിൽ നിൽക്കുന്നതും നിങ്ങൾ ഈ ഒറ്റപ്പെടലിന്റെയും നിങ്ങൾ ഈ നിന്നയുടെ അനുഭവത്തിൽ നിൽക്കുന്നത് ദൈവത്തിന്റെ ശ്രദ്ധയിലില്ലാത്ത കാര്യമാണോ? യിരെമ്യാവിനെ കുറിച്ച് പറയുന്നത് യിരെമ്യാവിന്റെ ഹിസ്റ്ററി തുടങ്ങുന്നതിന് മുന്നേ ദൈവം അറിഞ്ഞൊരു വ്യക്തിയാണ് യിരെമ്യാവ്. ആ യിരെമ്യാവിന്റെ ദൈവം തന്നല്ലേ നമ്മുടെ ദൈവം? ആ അബ്രഹാമിന്റെ ദൈവം തന്നല്ലേ നമ്മുടെ ദൈവം? ആ സെഖറിയാവിന്റെ ദൈവം തന്നല്ലേ നമ്മുടെ ദൈവം? ആ ശദ്രക് മേശക് അബേദ്നെഗോവിന്റെ ദൈവം തന്നല്ലേ നമ്മുടെ ദൈവം? ആ യേശു കർത്താവിന്റെ പിതാവ് തന്നല്ലേ നമ്മുടെയും പിതാവ്? ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ എന്നെയും നിങ്ങളെയും അറിയുന്ന ദൈവം ഇന്ന് പകൽ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടി അവൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ലോകപ്രകാരം അല്ലെങ്കിൽ ലോകത്തിലുള്ള എന്തെങ്കിലും ഒരു സംഗതിക്കകത്ത് കുടുങ്ങിപ്പോയെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ ചെയ്തു തീർക്കേണ്ട ഒരു ഉത്തരവാദിത്വത്തിനകത്ത് നിങ്ങൾ ഭയപ്പെട്ടു പോയെങ്കിൽ, നിങ്ങൾക്കത് കഴിയുന്നില്ലല്ലോ എന്നോർത്ത് നിങ്ങളുടെ ധൈര്യം ചോർന്നു പോയെങ്കിൽ, ഒരിക്കലും നിങ്ങൾക്ക് നോക്കാൻ കഴിയില്ല, കേൾക്കാൻ കഴിയും. നോക്കാൻ കഴിയില്ല, കേൾക്കാൻ കഴിയും. നോക്കുക, യിരെമ്യാവിനോട് പറയുന്നു, നോക്കുക. അതിന്റെ അർത്ഥം ഭയം കൊണ്ടും ഭാരം കൊണ്ടും അവൻ കുനിഞ്ഞുപോയി. ദൈവം ഉന്നതനാണ്, അവൻ ഉയർന്ന നിലവാരത്തിൽ സംസാരിക്കുന്നവനാണ്. സോ യിരെമ്യാവിന്റെ ശ്രദ്ധയെ ദൈവത്തിങ്കലേക്ക് ആകർഷിക്കുന്നത്, ഇൻവൈറ്റ് ചെയ്യുന്നത് നമുക്ക് അവിടെ കേൾക്കാൻ കഴിയും, കാണാൻ കഴിയും. നോക്കുക. ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ പ്രതീക്ഷ വെച്ചിരിക്കുന്ന അടുത്തു നിന്ന് നിങ്ങളുടെ കണ്ണ് വലിക്കുക, നോക്കേണ്ടവനിലേക്ക് നോക്കുക. നിങ്ങളെ ടെംപ്റ്റേറ്റ് ചെയ്യുന്നതിനകത്തു നിന്ന് നിങ്ങളുടെ കണ്ണ് വലിക്കുക, നിങ്ങൾ നോക്കേണ്ടതിലേക്ക് നോക്കുക. നിങ്ങളെ ഭയപ്പെടുത്തുന്ന വാർത്തകൾക്കകത്തു നിന്ന് നിങ്ങളുടെ കണ്ണും ശ്രദ്ധയും വലിക്കുക, നോക്കേണ്ടവനിലേക്ക് നോക്കുക. നിങ്ങളെ മിസ്ലീഡ് ചെയ്യുന്നവരിൽ നിന്ന് നിങ്ങളുടെ കണ്ണും ശരീരവും വലിക്കുക, നോക്കേണ്ടവനിലേക്ക് നോക്കുക. നോക്കേണ്ടവനിലേക്ക് നോക്കിയ യിരെമ്യാവിന് ദൈവം കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണെന്നറിയാവോ? നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചുകളവാനും പണിവാനും നടാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. ദൈവത്തിലേക്ക് നോക്കുന്ന ഒരു മനുഷ്യന് ദൈവം കൊടുക്കുന്നത് ദൈവത്തിന്റെ വചനമാണെന്ന് നാം പറഞ്ഞു. എന്നാൽ ദൈവത്തിലേക്ക് നോക്കുന്ന ഒരു മനുഷ്യനെ കർത്താവ് കളക്ട് ചെയ്യും. ദൈവത്തിലേക്ക് ഒരു മനുഷ്യൻ നോക്കുന്ന സമയം എപ്പോഴാന്ന് ചോദിച്ചാൽ, അവൻ ചിതറിക്കിടക്കുന്ന ഒരു സമയത്തായിരിക്കും അവൻ ദൈവത്തിലേക്ക് നോക്കും. തിരുവെഴുത്തുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇന്നത്തെ ഈ ലോകം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന 48ഓളം പേർ, യൂട്യൂബിൽ എന്നെ വാച്ച് ചെയ്യുന്ന ജനം, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സാക്ഷ്യം നിങ്ങളുടെ ലൈഫിലുണ്ടാകും. ആ സാക്ഷ്യത്തിനകത്ത് നിങ്ങൾ കുത്തഴിഞ്ഞൊരു വ്യക്തിയായിരുന്നില്ല, നിങ്ങൾ ചിതറിപ്പോയൊരു വ്യക്തിയായിരുന്നില്ല. ആ വ്യക്തിയായ നിങ്ങളെ ദൈവത്തിങ്കലേക്ക് നോക്കിയ സമയം അവൻ നിങ്ങളെ ശേഖരിച്ചു. അതിനുശേഷം മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു എൻലൈറ്റഡ് ആയ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഒരു പ്രകാശപൂരിതമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ സെക്കൻഡ് മുതൽ ആത്മാവ് നിങ്ങളെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ മേൽ ആക്കുകയാണ് ചെയ്യുന്നത്. മേൽ ആക്കുക. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു, യിരെമ്യാവിന്റെ വായിൽ ഈ വചനം കൊടുത്തതിന് ശേഷം ദൈവത്തിന്റെ വാക്കിന്റെ ശൈലി നിങ്ങൾ ശ്രദ്ധിക്കുക. ഭയപ്പെടുന്നവനോട് അല്ലെങ്കിൽ ഭയപ്പെട്ടവനോട് അല്ലെങ്കിൽ ശ്രദ്ധയില്ലാത്തവനോട് സംസാരിക്കുന്നത് പോലെ അല്ല ദൈവം യിരെമ്യാവിനോട് സംസാരിക്കുന്നതും. യിരെമ്യാവിന് പിന്നെ ദൈവം കൊടുക്കുന്ന ആ ഓതന്റിസിറ്റി എന്ന് പറയുന്നത്, ആ ഒരു അധികാരം എന്ന് പറയുന്നത് വ്യത്യസ്ത നിലവാരത്തിൽ. അതായത് ഞാൻ ഇന്ന് നിന്നെ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെക്കുന്നു. മേലിൽ ആക്കി വെക്കുന്ന ഒരു ദൈവം. അതിന്റെ അർത്ഥം, തന്റെ ഭയപ്പെട്ടു നിന്ന കാലഘട്ടത്തിൽ ദൈവശബ്ദം കേൾക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, തനിക്ക് പ്രത്യക്ഷമായും അടയാളപരമായും ഒന്നും ചെയ്യാൻ തന്നെ കൊണ്ട് കഴിയത്തില്ലെന്നും, തന്റെ ഈ ധൈര്യത്തിൽ, ഈ സമർപ്പണത്തിൽ, ഈ പ്രാർത്ഥനയിൽ, ഈ അഭിഷേകത്തിൽ തനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്നും അറിയുന്ന ദൈവം
തന്നെ എന്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ടോ ആ പദ്ധതിയിലേക്കും ദൈവിക രൂപകൽപ്പനയിലേക്കും തന്നെ നയിക്കേണ്ടതിനു വേണ്ടി അഭിഷേകത്തിന്റെ വചനത്തെ തന്റെ നാവിലേക്ക് പരിശുദ്ധാത്മാവ് കൈമാറിയിട്ട് പറയുന്നു, ഞാൻ നിന്നെ ഇതാ താഴ്ന്ന അനുഭവത്തിൽ നിന്നും ഉയർന്ന അനുഭവത്തിലേക്ക് നിന്നെ ഞാൻ ഉയർത്തുന്ന രമ്യ. ഇനി നീ ബാലൻ എന്ന് പറയും, ഇനി നിനക്ക് കഴിയത്തില്ലെന്ന് പറയരുത്, ഇനി നീ പാപി എന്ന് പറയരുത്, ഇനി നീ തകരുമെന്ന് പറയരുത്. ഇതൊക്കെ നിങ്ങളോടുള്ള ദൂതാണ് പ്രിയപ്പെട്ടവരെ. ഇനി ഞാൻ നശിക്കുമെന്ന് നിങ്ങൾ പറയരുത്, ഇനി ഈ കടഭാരത്തിനകത്ത് മുങ്ങിത്താരുമെന്ന് നിങ്ങൾ പറയരുത്, ഇനി എന്നെ ഈ രോഗം കൊണ്ടുപോകുമെന്ന് നിങ്ങൾ പറയരുത്, ഇനി എനിക്ക് ശുശ്രൂഷയില്ലെന്ന് പറയരുത്, എന്നെ ദൈവത്തിന് വേണ്ടെന്ന് പറയരുത്, എന്റേത് നശിച്ച ജന്മമാണെന്ന് പറയരുത്. കാരണം നിന്നെ ഞാൻ മേലാക്കി വെച്ചിരിക്കും, മേലാക്കി വെച്ചിരിക്കും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. എന്തിനാ ഫിലിപ്പിയ സഭയോട് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നത്? സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് പിന്നെയും പറയുന്നത് എന്തിനാ? സന്തോഷിക്കാൻ ഒരു വ്യക്തിക്ക് പറയണോ? പക്ഷേ അവരുടെ സഭയ്ക്കകത്ത് ഭിന്നതയുണ്ടാക്കുന്ന ഒരാത്മാവിനെ പൗലോസ് കാണും. അവരുടെ ജീവിതത്തിന്റെ അകത്ത് ഭിന്നതയുണ്ടാക്കുന്ന ഒരാത്മാവിനെ പൗലോസ് കാണുന്നു. രണ്ടുപേരും ശുശ്രൂഷകരാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവരുടെ ഇടയിൽ എന്തൊക്കെയോ ചില വാഗ്വാദങ്ങൾ, എതിരഭിപ്രായങ്ങൾ, ഏക മനസ്സില്ലായ്മ, ഏകചിന്തയില്ലായ്മ ഇവർക്കിടയിൽ കാണുന്നു. തൽഫലമായി തർക്കം ഉടലെടുക്കുന്നിടത്ത് സമാധാനം നീങ്ങി നിൽക്കും. തർക്കം ഉടലെടുക്കുന്നിടത്ത് സമാധാനം നീങ്ങി നിൽക്കും. ഭിന്നത ഉളവാക്കുന്നിടത്ത് ഒരുമയുടെ ആത്മാവ് മാറി നിൽക്കും. തർക്കിക്കുന്ന ഇടത്ത് ദൈവാത്മാവ് നീങ്ങി നിൽക്കും. കുറ്റപ്പെടുത്തുന്നിടത്ത് ദൈവ സാന്നിധ്യം മാറി നിൽക്കും. വിരോധികളുടെ ഇടയിലും പരിഹാസികളുടെ ഇടയിലും ദൈവ സാന്നിധ്യം വസിക്കത്തില്ല. തൽഫലമായി എന്തുണ്ടായി? അവിടെ ഏകാന്തതയില്ല, ഏക ചിന്തയില്ല, ഏക മനോഭാവം. ഇതൊരു ഫാമിലിയെ കാണും, ഇതൊരു ഫാമിലിയെ കാണും. നോക്കുക, 4-ാമത്തെ അധ്യായം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, നിങ്ങൾ ഇതൊന്ന് കേൾക്കണേ. എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, സഭയെ പൗലോസ് അഡ്രസ് ചെയ്യുന്നതാ. എന്റെ കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ. എങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ? ദൈവത്തിന്റെ കിരീടമായി നിലനിൽപ്പിൻ, വാഞ്ചയുള്ളവരായി നിലനിൽപ്പിൻ, ഏക ചിന്തയുള്ളവരായി നിലനിൽപ്പിൻ. മീൻസ് നിലനിർത്താത്ത ഒരാത്മാവ് സഭയ്ക്കകത്ത് എൻ്റർ ചെയ്യാൻ ശ്രമിക്കുന്നു. നിലനിർത്തത്തില്ലെന്ന് പറയുന്നത്, ഉറപ്പിക്കത്തില്ലെന്ന് പറയുന്നത്, സന്തോഷിപ്പിക്കത്തില്ലെന്ന് പറയുന്നത്, ഇതാ ഫിലിപ്പിയ സഭയ്ക്കകത്ത് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നു. കാണാം, താഴേക്ക് വായിക്കും. പ്രിയമുള്ളവരെ, കർത്താവിൽ ഏക ചിന്തയോടിരിപ്പിൻ. My joy and crown, stand firm thus in the Lord, my beloved. I entreat Judea and I entreat Syntyche to agree in the Lord. കർത്താവിൽ ഏക ചിന്തയോടിരിപ്പിൻ. ഞാൻ യുവതോക്കിയെയും സുന്തുകയെയും പ്രബോധിപ്പിക്കുന്നു. ഇത് രണ്ട് വ്യക്തികളാണ്. ഇത് രണ്ട് വ്യക്തികളാണ്. ഈ രണ്ട് വ്യക്തികൾക്കിടയിലാണ് പ്രശ്നമുള്ളത്. യുവതിയെയും സുന്തുകയെയും പ്രബോധിപ്പിക്കുന്ന ഒരു പ്രബോധനം സഭയ്ക്കകത്ത് ആവശ്യമായി വരുന്നു. ഒരു പ്രബോധനം ആവശ്യമായി വരുന്നു. പ്രബോധനം എപ്പോഴും സഭയ്ക്കകത്ത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് തിരുവെഴുത്തിൽ ഇങ്ങനെ ലേഖനങ്ങൾക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്: നിങ്ങൾ തമ്മിൽ സങ്കീർത്തനങ്ങളാലും ഉപദേശങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിച്ചും ആത്മീയ വർധനവ് വരുത്തിയും പോരുവിൻ.
ആരും വലിപ്പച്ചെറുപ്പം ഭാവിക്കല്ലേ. കർത്താവ് എല്ലാവർക്കും തന്നതിനൊപ്പമുള്ള കൃപയിൽ നിങ്ങൾ തമ്മിൽ പ്രബോധിപ്പിക്കുക. അവൻ ചെറുത്, ഇവൻ വലുത്, അവൻ പ്രവാചകൻ, ഇവൻ ആ ശുശ്രൂഷയുള്ളവൻ, അങ്ങനെ നിങ്ങൾ ചെറുതും വലുതുമായിട്ട് കാണല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, എന്റെ കിരീടമായുള്ളവരെ, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, ഏക ചിന്തയോടിരിക്കും. കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നമുക്കെല്ലാവർക്കും നമ്മുടെ ഏക കർത്താവിനെ, ഏക രക്ഷകനിലേക്ക് നമ്മുടെ ഉന്നം വെക്കാൻ പ്രിയപ്പെട്ടവരെ, സഭയെ നമുക്ക് ഓരോരുത്തർക്കും ഈ കാലഘട്ടത്തിൽ കഴിയുന്നു. ചിന്തിക്കേണ്ട വിഷയം. ഞാൻ മുന്നേ പറഞ്ഞത് ഒരു തമാശ രൂപേണയാണെങ്കിലും ദൈവസന്നിധിയിൽ ദൈവവചനം കേൾക്കാൻ ഇരിക്കുമ്പോ പോലും 1000 രാജ്യങ്ങൾ വിസയെടുക്കാതെ കടന്നു വരാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ. കടന്നുപോകാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ. മണിക്കൂറുകൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തെത്തുന്ന സ്ഥലത്ത് പോലും ചിന്തകളിലൂടെ എത്താൻ കഴിവുള്ളവനാണ് മനുഷ്യൻ. മനുഷ്യന്റെ ഈ കഴിവിനെ ബലഹീനതയായി സാത്താൻ യൂട്ടിലൈസ് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. സഭയോട് ദൈവാത്മാവിൽ അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ ഏക ചിന്തയോടിരിപ്പിൻ, എങ്കിലേ നിങ്ങൾക്ക് ഏകാത്മാവിൽ നിലനിൽപ്പാൻ കഴിയത്തുള്ളൂ. ഏക ചിന്തയോടിരിക്കാത്ത ഒരുവന് ഏക ആത്മാവിൽ നിലനിൽപ്പില്ല പ്രിയപ്പെട്ടവർ. ഏക ചിന്തയിൽ നിലനിൽക്കാത്ത ഒരു മനുഷ്യനും ഏക ആത്മാവിൽ ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയത്തില്ല. ദൈവം എപ്പോഴും ഏക മനസ്സുള്ളവരെ, ഏക അഭിപ്രായമുള്ളവരെ, ഏക ചിത്തരായവരെ ഇഷ്ടപ്പെടുന്നു. ഒരു ദൈവപ്രവൃത്തി അതുകൊണ്ടല്ലേ സുവിശേഷങ്ങളിൽ ഇങ്ങനെ കാണുന്നത്, 2 പേർ ഐകമത്യപ്പെട്ടെന്റെ നാമത്തിൽ ചോദിക്കുന്നു. 2 പേർ ഐകമത്യപ്പെട്ട് ആ യൂണിറ്റി, ആ ഒരു ഇന്റഗ്രിറ്റി വളരെ അത്യാവശ്യമാണ് കർത്താവിന്റെ വേലയിൽ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ. അതുകൊണ്ട് യുവതിയെയും സുന്ദുകയെയും പ്രബോധിപ്പിച്ച് പറയുന്നു, സാക്ഷാൽ ഇണയാളികളായുള്ളവേ, അവർക്ക് തുണ നിൽക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലെമന്റ് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. കണ്ടോ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയും. താഴേക്ക് വീണ്ടും വായിക്കുമ്പോൾ, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നത്. ഞാൻ സഭയോട് പറയുന്ന ഒരു ദൂതാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു പ്രിയപ്പെട്ടവർ. നമുക്ക് വചനം കേൾക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും, മീറ്റിംഗ്സിൽ അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ പോലും കഴിയാത്തൊരു കാലം വരും. ഒരു യൂട്യൂബ് മെസ്സേജ് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയണമെന്നില്ല. യൂട്യൂബ് ബാൻ ചെയ്തെന്ന് വരാം. ദൈവവചനം കേൾക്കാൻ കഴിയാത്തൊരു കാലം വരും. ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കൊതിച്ചാൽ ഒരു മീറ്റിംഗിലൂടെ അത് ലഭിക്കാത്ത കാലം വരും. ഒരു വർഷിപ്പ് സോങ് കേൾക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും കേൾക്കാൻ കഴിയാത്ത, സ്വാതന്ത്ര്യമില്ലാത്ത കാലഘട്ടം വരും. കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു എന്ന് തിരിച്ചറിയും. അതുകൊണ്ട് ഏക ചിന്തയും ഏക മനസ്സുമുള്ളവരായിരിക്കും. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. കർത്താവ് വരാൻ അടുത്തിരിക്കുന്നത് കൊണ്ട് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ, ദൈവം ഇതേ ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ ആവശ്യം ആർക്കാണ്? എന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് വ്യക്തമായ ബോധ്യമുള്ളത് സുബോധമുള്ളവനാണ്. ഞാൻ നിങ്ങളൊരു വ്യക്തിയോട് ചോദിക്കുന്നു, എന്താ സഹോദരി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം? ഉറപ്പായിട്ട് നിങ്ങൾ പലതും അത് പാസ്റ്റർ, എന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ ഒരുപാട് വിഷയമുണ്ട് പാസ്റ്ററെ. ആർക്കാ തർക്കമുള്ള ഞാൻ ഈ പറയുന്ന കാര്യം? ആർക്കും തർക്കം കാണാം. ആർക്കും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പോലും എന്താണ് എന്നുള്ളതിനകത്ത് ഒരു ക്ലിയർ പിക്ചർ ഇല്ല. ആർക്കും അവനവനെ കുറിച്ച് തന്നെ ഒരു സെൽഫ് അസസ്മെന്റ് പോലും നടത്താൻ കഴിയാത്ത തരത്തിൽ മനസ്സ് ചഞ്ചലപ്പെട്ടിരിക്കുന്നു. ചിന്തകൾ പിരിഞ്ഞുപോയിരിക്കുന്നു.
ദൈവസന്നിധിയിൽ തൽഫലമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. ദൈവവചനത്തെ സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയുന്നില്ല. ശത്രു, സാത്താൻ, സാഹചര്യം അത്രത്തോളം നിങ്ങളുടെ നിലനിൽപ്പിനെതിരെ ഭീഷണി സ്വരം മുഴക്കിയിരിക്കുന്നു. ഈ ഫിലിപ്പിയസ് സഭയ്ക്കും ഇത് തന്നെയാണ്. നിലനിൽപ്പില്ലാത്ത ഒരു തർക്കം, അല്ലെങ്കിൽ ഒരു വലിപ്പച്ചെറുപ്പം, അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം, ഒരു സൗന്ദര്യപ്പിണക്കം സഭയ്ക്കകത്തുളവാകുന്നു എന്ന് അപ്പോസ്തലൻ കാണും. അതുകൊണ്ട് പറയുന്നു, നിങ്ങൾ ഏക ചിന്തയോടെ നിലനിൽപ്പിൻ. യിരെമ്യാവിനോട് ദൈവം അതാണ് പറയുന്നത്, ഭയപ്പെടരുത്, എന്നിലേക്ക് നോക്ക്, എന്നിലേക്ക് നോക്ക്. നീ സാഹചര്യങ്ങളിലേക്ക് നോക്കല്ലേ, നിന്റെ പ്രായത്തിലേക്ക് നോക്കല്ലേ, വിദ്യാഭ്യാസത്തിലേക്ക് നോക്കല്ലേ, കഴിവുകളിലേക്ക് നോക്കല്ലേ, എന്നിലേക്ക് നോക്കൂ യിരെമ്യാവേ. എന്നിലേക്ക് നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്റെ മുഖപ്രകാശ രക്ഷ നിന്റെ മേലെ എനിക്ക് പകരാൻ കഴിയത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മുഖം ലോകത്തിൽ നിന്ന് നിങ്ങളൊന്ന് വലിക്കുക, ക്രിസ്തുവിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. ആ ക്രിസ്തുവിലേക്ക് നോക്കുന്നവരോട് അവന് പറയാൻ ചിലതുണ്ട്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. എന്തിനാണ് ദൈവം ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുതെന്ന് പറയുന്നത്? നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ചെയ്തു തരാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം ഉള്ളത്, ചെയ്തു തരാൻ ആഗ്രഹിക്കുന്ന ദൈവമുള്ളത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന, അവിടെയും എനിക്ക് നിൽക്കാനുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് വെളിവായി വന്നിട്ടില്ല ഇന്നുവരെ. ശാസ്ത്രം പൂർണ്ണമല്ല, നാസ കണ്ടുപിടിച്ചത് പൂർണ്ണമല്ല, ഇന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജികൾ പൂർണ്ണമല്ല. ടെക്നോളജിക്ക് അകത്തു പോലും വരുന്ന ചില മിസ്റ്റേക്കുകളെ റെക്ടിഫൈ ചെയ്യാൻ ഇന്ന് ടെക്നോളജി കണ്ടുപിടിച്ചു. അപ്പൊ ടെക്നോളജി പൂർണ്ണമല്ല, ശാസ്ത്രം പൂർണ്ണമല്ല, നാസ കണ്ടുപിടിച്ചത് പൂർണ്ണമല്ല. എന്നാ പിന്നെ എന്താ പൂർണ്ണമായിട്ടുള്ളത്? യോബ് ചോദിച്ചപ്പോ ദൈവം അങ്ങോട്ട് വാഴയ്ക്കുന്ന രീതി മറുപടി പറഞ്ഞു, ദാണ്ടടാ എന്റെ വചനം, എന്റെ വചനം മാത്രമാ പൂർണ്ണത. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോടാണ് പറഞ്ഞത്, ബൈബിൾ എന്റെ കയ്യിൽ ഒരു പൂർണ്ണ ഗ്രന്ഥമായി കിട്ടിയെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടത്തില്ല. കാരണം ഇതിനകത്ത് പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ചില പേപ്പറുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എന്റെ ദൈവം എന്റെ കയ്യിൽ തന്ന വചനം പൂർണ്ണമല്ലെന്ന് ആരും വാദിക്കരുത്. എന്റെ ദൈവം നമ്മുടെ കയ്യിൽ തന്നേക്കുന്ന വചനം പൂർണ്ണമല്ലെന്ന് ആരും വാദിക്കരുത്. കാരണം തന്നിരിക്കുന്ന 66 പുസ്തകങ്ങൾ പൂർണ്ണതയുള്ളതാണ്. അതിനകത്ത് നിറച്ചിരിക്കുന്ന ദൈവശക്തി പൂർണ്ണതയുള്ളത്. ഈ ദൈവശക്തി ഒരുവന്റെ മേൽ പകരപ്പെടുമ്പോഴാണ് അവന്റെ നിലനിൽപ്പിനെതിരെ വാദിക്കുന്നതിനോട് ദൈവത്തിന്റെ ആത്മാവ് പ്രതികരിച്ചു തുടങ്ങി. അതിനെന്താണ് വേണ്ടത്? എന്റെ സബ്മിഷൻ ആണ് വേണ്ടത്, എന്റെ സറണ്ടറിങ് ആണ് വേണ്ടത്, എന്റെ കൺഫെസിങ് ആണ് വേണ്ടത്. ഇന്ന് രാത്രി എത്ര പേർക്ക് കഴിയും ആ ദൈവസന്നിധിയിൽ ഒന്ന് സറണ്ടറിങ്? നോക്കിയ യിരെമ്യാവിന്റെ പ്രതികരണം 1-ാം അധ്യായം തുടങ്ങുന്നത് പോലത്തെ പ്രതികരണം. 1-ാം വാക്യത്തിൽ കാണുന്ന യിരെമ്യാവിനെ അല്ല 9-ാം വാക്യത്തിൽ കാണുന്നത്. 9-ാം വാക്യത്തിൽ കാണുന്ന യിരെമ്യാവിനെ അല്ല പിന്നെ 10-ാം വാക്യത്തിൽ കാണുന്നത്. നിലവാരങ്ങൾ ചേഞ്ച് ആയി. ഫിലിപ്പിയസ് സഭയോട് പറയുന്നതിലേക്ക് വീണ്ടും ഞാൻ വരുന്നു. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം, ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. നിങ്ങൾക്ക് സംശയമുണ്ടോ? ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുതെന്ന് പറയുന്ന കർത്താവ് നിങ്ങളെ മറന്നു കളയുക? നിങ്ങൾക്ക് സംശയമുണ്ടോ? നിങ്ങളോട് വാഗ്ദത്തം പറഞ്ഞ ദൈവം വാഗ്ദത്തം മറന്നു പോകുമെന്ന്? നിങ്ങൾക്ക് സംശയമുണ്ടോ? കർത്താവ് പ്രവർത്തിക്കാൻ വിമുഖത കാണിക്കുമെന്ന്? സംശയിക്കരുത്. ദൈവാലോചന ഞാൻ നിങ്ങൾക്ക് തെളിവ്, ദൈവാലോചന ചോദിച്ച് മുമ്പോട്ട് പോയിട്ടുള്ള മനുഷ്യന്റെ ലൈഫിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേൾക്കുക, നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവാലോചന ചോദിച്ചു മുമ്പോട്ട് പോയിട്ടുള്ള മനുഷ്യരുടെ ലൈഫിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ നഷ്ടപ്പെട്ടതിന്റെ ഒരു തലമുടി പോലും നഷ്ടമാകാതെ റിസ്റ്റോർ ചെയ്ത് കയ്യിൽ കൊടുത്തിട്ടുമുണ്ട്.
അതും കൂടെ കേൾക്കണം. ദൈവാലോചന ചോദിച്ച് പുറപ്പെട്ട മനുഷ്യരുടെ ലൈഫിൽ, ഫാമിലിയിൽ, മെമ്പേഴ്സിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവാലോചന പ്രതി ഇറങ്ങി പുറപ്പെട്ടവന്റെ ലൈഫിൽ നഷ്ടപ്പെട്ടതിന്റെ തലമുടി പോലും, നഷ്ടപ്പെട്ടു പോയ വ്യക്തിയുടെ തലമുടി പോലും നഷ്ടപ്പെട്ടു പോകാതെ അവന്റെ കൈകളിലേക്ക് എന്റെ ദൈവം മടക്കി കൊടുത്തിട്ടുമുണ്ട്. അതാണ് എന്റെ ദൈവം. അത്ര ഉറപ്പായി. അത് എന്നെ അറിയാവുന്ന ഏറെക്കുറെ പേർക്കെങ്കിലും അറിയാം. എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര ഉറപ്പ്? പഴയ നിയമത്തിലും എന്റെ ദൈവം വിശ്വസ്തനാണ്, പുതിയ നിയമത്തിലും എന്റെ ദൈവം വിശ്വസ്തൻ. എന്റെ കർത്താവിനെ അവിശ്വസ്തനായി ഒരിടത്തും ഞാൻ കാണാത്തത് കൊണ്ട് തന്നെയാണ് ഈ സഭയോട് ഈ സമയം ഇത്ര ഉറപ്പോടെ വിളിച്ചു പറയുന്നത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, സകലത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു മടുത്തുപോയ ആരെങ്കിലും ഉണ്ടോ? കേൾക്കുക, പ്രാർത്ഥിക്കണം. കാരണം നിങ്ങളുടെ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് ബാങ്ക് മാനേജർക്കല്ല, നിങ്ങളുടെ അപ്പന്റെ പൂർവിക സ്വത്തിനല്ല, നിങ്ങൾക്കുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾക്കല്ല, നിങ്ങളുടെ പാസ്റ്ററിനല്ല. നിങ്ങളുടെ ബുദ്ധിക്ക് നിരക്കാത്ത തരത്തിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നത് ദൈവത്തിനും ദൈവവചനത്തിനുമാണ്. പഴയ നിയമത്തിൽ വിശ്വസ്തനായ ദൈവത്തെ കാണണോ നിങ്ങൾക്ക്? 1 ശമൂവേലിന്റെ പുസ്തകം, ശമൂവേലിന്റെ 1-ാം പുസ്തകം, അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ ഞാൻ അതുകൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാണ്. അതിന്റെ 30-ാമത്തെ വാക്യം, ക്ഷമിക്കുക, 30-ാമത്തെ അധ്യായം, ശമൂവേലിന്റെ 1-ാം പുസ്തകം, അതിന്റെ 30-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യം ഞാൻ അങ്ങനെ വായിക്കുന്നില്ല. പഴയ നിയമമാണ്, കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. എങ്കിലും അതിന്റെ സാരാംശം നിങ്ങൾക്ക് ഞാനൊന്ന് പറഞ്ഞു തരാം. ദൈവാലോചന ചോദിച്ച് ദൈവം ഒരു വ്യക്തിയെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ, അവന്റെ ലൈഫിൽ വരുന്ന നഷ്ടങ്ങൾ, അവന്റെ ലൈഫിൽ വരുന്ന കഷ്ടങ്ങൾ, അവന്റെ കണ്ണുനീരുകൾ കാണാത്ത ഒരു ദൈവമാണോ എന്ന് നിങ്ങളെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയും തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പഴയ നിയമത്തിലേക്ക് പോകുന്നത്. ശമൂവേലിന്റെ 1-ാം പുസ്തകം, അതിന്റെ 30-ാമത്തെ അധ്യായം, അതിൽ സിക്ലാഗിന് നേരെ ആക്രമണം അഴിച്ചുവിട്ട അമാലിയക്കരോട് പ്രതികാരം ചെയ്യാൻ ദാവീദും വെറും 600 പേരുമായി പുറപ്പെടുന്നു. ഞാൻ വാക്യം വായിച്ച് നിങ്ങളെ കൺഫ്യൂസ് ആക്കുന്നത്, ആശയം പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി. സിക്ലാഗിന് നേരെ അമാലിയക്കർ യുദ്ധം അഴിച്ചുവിട്ട് ദാവീദിന്റെ 2 ഭാര്യമാരെയും തന്നോടുകൂടെ പുറപ്പെട്ട 600 പേരുടെ ഭാര്യയെയും പുത്രിപുത്രന്മാരെയും വസ്തുവകകളെയും ഒക്കെ കവർന്നെടുത്തുകൊണ്ട് അമാലിയക്കർ പുറപ്പെട്ടപ്പോ ദാവീദും തന്റെ അനുയായികളും അനുഭവപ്പെട്ട ഒരു മാനസിക സംഘർഷം എന്ന് വെച്ചാൽ ഭാര്യയും മക്കളും ഒക്കെ അങ്ങ് പിരിഞ്ഞു പോകുക എന്ന് പറയുന്നത് നമുക്കൊക്കെ അങ്ങ് ചിന്തിക്കാവുന്ന കാര്യമാണ്, അല്ലെ? നമ്മൾക്ക് എത്രത്തോളം അവരിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് അവരെയൊക്കെ വളർത്തുന്നതും അവരെ നാം സ്നേഹിക്കുന്നതും. മടങ്ങി ഫിലിസ്തീനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയിട്ട് തിരിച്ചു മടങ്ങി വരുമ്പം തന്റെ രാജ്യത്തിൽ തന്നെ പ്രാർത്ഥിച്ചയച്ച ഭാര്യയും അപ്പ പെട്ടെന്ന് വരണേ എന്ന് പറഞ്ഞു പോയിട്ട് പറഞ്ഞു വിട്ട മക്കളും ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. യാത്ര പുറപ്പെട്ടപ്പോൾ അവരുണ്ട്, മടങ്ങി വന്നപ്പോ അവരില്ല. അവസ്ഥ ആലോചിച്ചു നോക്ക്. ഇങ്ങനൊരു മാനസിക സംഘർഷത്തിൽ നിൽക്കുന്ന ദാവീദ്, എന്നാൽ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പേ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു സ്വഭാവം ദാവീദിനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപേ ദൈവാലോചന ചോദിക്കുന്ന ഒരു സ്വഭാവം ദാവീദിന് പണ്ട് മുതലേ ഉണ്ട്. അതുകൊണ്ട് ആ ബാലനായിരുന്നപ്പോ തന്നെ അഭിഷേകം തന്റെ മേൽ വീണം. ദൈവത്തോട് സംസാരിക്കുന്നവന്റെ മേൽ അഭിഷേകം വീഴും. കേൾക്കുക. മടങ്ങി വന്നപ്പോ ഭാര്യയും മക്കളും ഒന്നുമില്ല. ഈ 600 പേരുടെ ഭാര്യയും ഇല്ല, 600 പേരുടെ മക്കളും ഇല്ല, ആരും. താഴോട്ട് വായിക്കും, ഇങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. കർത്താവെ, അവരെങ്ങോട്ട് കൊണ്ടുപോയി? ദിശ അറിയില്ല. ഇവരെങ്ങോട്ടാ പിടിച്ചോണ്ട് പോയെ? അമാലിയക്കർ പിടിച്ചോണ്ട് പോയി എന്നറിയ. ഏത് ദിശയ്ക്കാ പോയെ? അടിമകളാക്കിയോ കൊണ്ടുപോയെ? ഇപ്പൊ ഇതാ, ഇന്നലെ വരെ സ്വാതന്ത്ര്യം അനുഭവിച്ച ദാവീദിന്റെ ഭാര്യമാരും
ഈ 600 പുരുഷന്മാരുടെ മക്കളും ഇന്ന് അടിമത്തത്തിന്റെ അകത്ത് കിടക്കുകയാണ്. നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുകയും നിങ്ങളുടെ ഭാര്യയും മക്കളും അടിമച്ചങ്ങലയ്ക്കകത്ത് കിടക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക. യിരെമ്യാവിനോട് ദൈവം പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, നോക്കുക, നോക്കുക. നോക്കുമ്പോഴാണ് കേൾവിക്കും കൂടെ കോൺസെൻട്രേഷൻ കൂടുന്നത്. സ്വാതന്ത്ര്യത്തിൽ കണ്ടിട്ട് പോയ ഭാര്യയും മക്കളും ഇതാ ഇപ്പൊ അടിമത്തത്തിനകത്ത് കെട്ടപ്പെട്ടി. എങ്ങോട്ട് ആരാ ഇവരെ കവർന്നെടുത്തതെന്ന് അറിയാൻ കഴിയാത്ത തരത്തിൽ വിഷമിക്കുന്ന, കരയാൻ പോലും ശക്തിയില്ലാതെ യാത്ര ചെയ്ത് തളർന്നു വരുന്ന ദാവീദ് 600 പേര് കരയാൻ ബലമില്ലാതെ ഉറക്കെ നിലവിളിച്ചു എന്ന് എഴുതി വെച്ചു. ഉറക്കെ നിലവിളിച്ചു. നമ്മൾ രാവിലെ കരയുന്നതിനെ കുറിച്ചും നമ്മൾ സംസാരിച്ചായിരുന്നു. നിന്റെ കണ്ണുനീരിന് ദൈവത്തോട് സംസാരിക്കാൻ ശക്തിയുണ്ട്. നിന്റെ കണ്ണുനീരിന് ഭാഷയുണ്ട്. നിന്റെ കണ്ണുനീരിന് ലാംഗ്വേജ് ഉണ്ട്. ചില സമയങ്ങൾ നീ വിങ്ങി വിങ്ങി കരയുമ്പോ നിന്റെ കണ്ണുകളിൽ നിന്ന് ഉരുണ്ടിറങ്ങി വരുന്ന കണ്ണുനീരിന് ദൈവത്തോട് പറയാൻ ഭാഷയറിയാം. നീ പറയാം, ദൈവത്തോട് കണ്ണുനീർ സംസാരിക്കും. ഈ കണ്ണുനീരിന് മറുപടി കൊടുത്ത ഒരു ദൈവത്തെ നമുക്ക് കാണാനായി സാധിക്കും. ഈ കണ്ണുനീരിന് മറുപടി കൊടുത്ത് നേരെ പോയിട്ട് എന്താ ചെയ്തെന്നറിയാമോ? പരിഭ്രാന്തനായില്ല. യിരെമ്യാവ് ഭയപ്പെട്ടതുപോലെ ഭയപ്പെട്ടില്ല. ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ദൈവത്തിന് നേരെ പിറുപിറുത്തില്ല. ഓടിച്ചെന്ന് എന്റെ ഏഫോദ് കൊണ്ടുവരുവിൻ എന്ന്. ഏഫോദ് എന്ന് പറഞ്ഞാൽ ശുശ്രൂഷകന്മാർ തന്റെ ദേഹത്ത് ധരിക്കുന്ന ഒരു അധികാര വസ്ത്രമാണ് ഏഫോദ് എന്ന് പറയുന്നത്. പുറമെ അകമെയുള്ള വസ്ത്രം ചീത്തയാകാതിരിക്കാൻ വേണ്ടി പുറമെ ധരിക്കുന്ന ഒരു പുരോഹിത വസ്ത്രമാണ് ഏഫോദ് എന്ന് പറയുന്നത്. ഈ ഏഫോദ് എടുത്തിട്ട് ദൈവം 7ാമത്തെ വാക്യം, അഹീമേലെക്കിന്റെ മകനായ അബാദ്യാർ പുരോഹിതനോട് ഏഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അബാദ്യാർ ഏഫോദ് ഇവിടെ കൊണ്ടുവന്നു, ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ? ഇതൊരു വല്ലാത്ത വിശ്വാസം തന്നെ, വല്ലാത്ത വിശ്വാസം. ദൈവാലോചന കേട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു. അവിടുന്ന് മടങ്ങി വന്നതിന് ശേഷം ഇതാ നഷ്ടങ്ങൾ മാത്രം കാണുന്നു, സന്തോഷിക്കാൻ വകയില്ല. വീണ്ടും പോയി ദൈവാലോചന ചോദിക്കും. നമ്മൾ ആരെങ്കിലും കുറെ ചെയ്യുവോ? വീണ്ടും ദൈവാലോചന ചോദിക്കും. ദൈവാലോചന ചോദിച്ചാൽ ഒരു വീടിന് അടിസ്ഥാനം ഇട്ടത് ഇപ്പൊ ഇതാ പകുതി പണിയിൽ കിടക്കുക. വീണ്ടും ഇത് പണിയോ എന്ന് ദൈവാലോചന ചോദിക്കുന്നത് പോലെ ദൈവാലോചന ചോദിച്ചാൽ മക്കളെ വിദേശത്തേക്ക് അയച്ചത്, അവിടെ പോയി ജോലി ഇല്ലാതിരിക്കുക. ഇപ്പൊ വീണ്ടും എനിക്ക് ജോലി കിട്ടുമോ എന്ന് ദൈവാലോചന ചോദിക്കുന്നു. എന്നതുപോലെ ദൈവാലോചന ചോദിക്കുന്നതിൽ തെറ്റില്ല. തമ്പുരാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞതാണ്. പിന്നെ തമ്പുരാനാ പറഞ്ഞെന്ന് കൂടെ ഉറപ്പാക്കണം. ദൈവ ശബ്ദമാണ് ഉറപ്പാക്കണം. അത് നമ്മുടെ ബാധ്യത. ഓക്കെ, വീണ്ടും ദാവീദ് ദൈവാലോചന ചോദിക്കും, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണോ? കാരണം എന്റെ നഷ്ടപ്പെട്ടു പോയ ഭാര്യയെ എനിക്ക് നേടാൻ കഴിയുമോ? ഈ 600 പുരുഷന്മാരുടെ മക്കളെ എനിക്ക് നേടാൻ കഴിയുമോ? ഞാൻ പിന്തുടരണമോ കർത്താവേ? കാരണം എനിക്ക് ദിശ അറിയില്ല, ആരെ പിടിച്ചോണ്ട് പോയെന്ന് എനിക്കറിയില്ല. എനിക്ക് കിട്ടുമോ? നഷ്ടപ്പെട്ടത് എനിക്ക് മടക്കി കിട്ടുമോ കർത്താവേ? ദൈവാലോചന ചോദിക്കും. അങ്ങനെയുള്ളവർ ഇതിനകത്തുണ്ട്. ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട്. എനിക്ക് നഷ്ടപ്പെട്ടത് മടക്കി കിട്ടുമോ കർത്താവേ? എനിക്ക് ഒരു ഉദ്യോഗം മടക്കി കിട്ടുമോ കർത്താവേ? എനിക്ക് ഇനിയൊരു ഫാമിലി ഉണ്ടോ കർത്താവേ? എനിക്ക് ഇനി കുഞ്ഞുങ്ങളെ കിട്ടുമോ കർത്താവേ? എന്റെ സാഹചര്യം പ്രതികൂലമാണല്ലോ കർത്താവേ, എനിക്കിനി പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ കർത്താവേ? ഇങ്ങനെ ചോദിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. ദാവീദും ചോദിച്ചു, ഞാൻ പിന്തുടരണമോ? ഞാൻ പിന്തുടരണമോ? ദൈവം പറഞ്ഞു, അപ്പോൾ ഞാൻ പിന്തുടരണമോ? അവരെ എത്തിപ്പിടിക്കുമോ? ഞാൻ അവരെ എത്തിപ്പിടിക്കുമോ? ദാവീദ് ചോദിച്ചതാ. കാരണം ദാവീദിൽ നിന്ന് എത്രയോ ദിവസങ്ങൾക്ക് പിന്നെ അകന്നുപോയ തന്റെ ഫാമിലിയെ തിരിച്ചു പിടിക്കാൻ കഴിയുമോ കർത്താവേ എന്ന് ചോദിക്കുന്ന ഒരു പച്ച മനുഷ്യനെ അവിടെ കാണാൻ കഴിയും. തന്റെ ജീവിതത്തിൽ നിന്നും തന്റെ ലൈഫിൽ നിന്നും എത്രയോ നാളുകൾക്ക് മുമ്പേ അകന്നുപോയ തന്റെ ഫാമിലി, എത്രയോ നാളുകൾക്ക് മുൻപേ കൈവിട്ടുപോയ തന്റെ അനുഗ്രഹങ്ങൾ, എത്രയോ നാളുകൾക്ക് മുമ്പേ തന്നെ വിട്ടുപോയ തന്റെ പ്രതീക്ഷകൾ ഇനി തിരിച്ചു പിടിക്കാൻ കഴിയുമോ കർത്താവേ എന്ന് ചോദിക്കുന്ന 46 പേരെ ദാവീദിൽ കാണാൻ കഴിയും. 600 പേർക്ക് വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്. 600 പേർ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ പ്രിയപ്പെട്ടവരെ? എത്ര ഇപ്പൊ കൈവിട്ടു പോയതല്ല, തന്റെ കണ്ണു മുമ്പിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയതല്ല, താൻ അറിയാതെ തന്നിൽ നിന്ന് അകന്നുപോയ തന്റെ ഫാമിലി തിരിച്ചു പിടിക്കാൻ കഴിയുമോ?
ആ പഴയ നല്ല അനുഭവം തിരിച്ചു പിടിക്കാൻ കഴിയുമോ? ആ പഴയ നല്ല കാലം തിരിച്ചു പിടിക്കാൻ കഴിയുമോ? ആ പഴയ സന്തോഷത്തിന്റെ അനുഭവം തിരിച്ചു പിടിക്കാൻ കഴിയുമോ? ആ പഴയ കൃപാവരങ്ങൾ തിരിച്ചു പിടിക്കാൻ കഴിയുമോ? ആ പഴയ പ്രാർത്ഥനാ ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയുമോ? ആ പഴയ ശുശ്രൂഷ തിരിച്ചു പിടിക്കാൻ കഴിയുമോ? ആ പഴയ ദൈവസ്നേഹം തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന ഒരു പച്ചയായ മനുഷ്യനെ നമുക്ക് ദാവീദിൽ കാണാൻ കഴിയും. നമുക്ക് ദാവീദിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു പച്ചയായ മനുഷ്യൻ. കർത്താവെ, ഞാൻ പിന്തുടരണോ? ഞാൻ ഇനി പ്രതീക്ഷ വെക്കണോ? ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം. കർത്താവ് സ്പോട്ടിൻ മറുപടി തരികയാണ്. ഈ മറുപടി നിങ്ങളോടാണ്, ഈ മറുപടി താങ്കളോടാണ്, താങ്കളോടാണ് ഈ മറുപടി. എന്താണ്? പിന്തുടരുക, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളും എന്ന് അരുളപ്പാടുണ്ടായി. എന്റെ കർത്താവേ, എനിക്ക് എത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ വചനം കേട്ടപ്പോ? ഞാൻ വായിച്ചപ്പോ ഇവിടെ രോമാഞ്ചം കൊണ്ട്. പിന്തുടരുക, നീ അവരെ എത്തിപ്പിടിക്കുമെന്നല്ല, നിശ്ചയമായി നീ അവരെ എത്തിപ്പിടിക്കും. ദാവീദ് കർത്താവെ, അത് ദിവസങ്ങൾക്ക് മുമ്പേ പിടിച്ചോണ്ട് പോയതാ. പിന്തുടരുക, നിശ്ചയമായി എത്തിപ്പിടിക്കും. അല്ല കർത്താവെ, എന്റെ കൂടെ 600 പേരുള്ളൂ, അവരെ കൂടെ 1000 പേരുണ്ട്. പിന്തുടരുക, നിശ്ചയമായും എത്തിപ്പിടിക്കും. കർത്താവിന് ഒറ്റ വാക്ക്, പിന്തുടരുക. നിങ്ങൾ തയ്യാറാണ്. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ നന്മകൾ തിരിച്ചു പിടിക്കാൻ നിങ്ങൾ തയ്യാറാണ്. കർത്താവ് പറയുന്നു, പിന്തുടരുക. നമ്മൾ പലരും ഗിവപ്പ് ചെയ്തത് കൊണ്ടാണ് സാത്താൻ ജയിച്ചത്. നമ്മൾ പലരും ഗിവപ്പ് ചെയ്തത് കൊണ്ടാണ്, നമ്മൾ അതിനോടൊക്കെ ക്ഷമിച്ചു കൊടുത്തത് കൊണ്ടാണ് സാത്താൻ ജയിച്ചു. സാത്താന്റെ ആവശ്യം അതായിരുന്നു. നമ്മൾക്ക് മടുത്തു പോയത് കൊണ്ടാണ് സാത്താൻ ജയിച്ചു. നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കാൻ ദൈവമക്കൾക്കാണ് അധികാരം. തിരിച്ചു നീ വീണ്ടും കൊള്ളും എന്നാ ദൈവാത്മാവ് പറയും. നീ വീണ്ടും കൊള്ളും, നീ വീണ്ടും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ജോലി മടങ്ങി വരാൻ പോകുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആരോഗ്യം മടങ്ങി വരാൻ പോകുന്നു. നിങ്ങൾ വീണ്ടെടുക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി നിങ്ങൾ വീണ്ടെടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ശുശ്രൂഷ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സമ്പത്ത്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്വത്ത്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സമാധാനം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കുടുംബജീവിതം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വിശ്വാസം, നിങ്ങൾ വീണ്ടെടുക്കാൻ പോവുകയാണ്, വീണ്ടെടുക്കാൻ പോവുകയാണ്, വീണ്ടെടുക്കാൻ പോവുകയാണ്. നീ വീണ്ടുകൊള്ളും. അതിന് നീ ചെയ്യേണ്ടത് പിന്തുടർ, പിന്തുടർ, പിന്തുടർ. എഴുന്നേൽക്കും, പുറപ്പെടുക. 600 പേർ ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നു. 400 പേർ ബാസോർ തോടിന്റെ അവിടെ വെച്ച് ദാവീദിനെ കൈവിട്ടു. 600 പേർ ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നു പുറപ്പെട്ടപ്പോൾ. 200 പേർ ബാസോർ തോടിന്റെ അവിടെ വെച്ച് വയ്യ, ഇനി എനിക്ക് യാത്ര ചെയ്യാൻ വയ്യ, ഇനി കിട്ടുന്നേ കിട്ടിയാൽ മതി, ഞാൻ വിട്ടു, എനിക്ക് വിശ്വാസമില്ലപ്പാ, ഞാൻ വിട്ടു, ഞങ്ങൾ ഇവിടെ തുടരാം. ദാവീദേ, അനുയായികളെ, ആരോഗ്യമുള്ളവർ വിട്ടോ, എനിക്ക് വയ്യ, എന്റെ വൈഫിനെ കാണുവാണെങ്കിൽ കൂടെ കൂട്ടിക്കൊണ്ടു വന്നാൽ മതി എന്ന് വെച്ചാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ വയ്യ, നിങ്ങൾ പ്രാർത്ഥിച്ചു എന്നെ നേടിത്തരാം. ഞങ്ങൾ ഇവിടെ തുടരാം, ഞങ്ങൾക്ക് ഇനി ആരോഗ്യമില്ല, നിങ്ങൾ പോകും. 600 പേരുമായി പുറപ്പെട്ടവൻ 400 പേരുമായിട്ടാണ് അമാലിയക്ക് യുദ്ധം ചെയ്യാൻ. അവിടെ 1000-10,000 അവിടെ ഉണ്ട്. ഈ അഭിഷേകമുള്ള ചില കൂട്ടർ, ഇതിനകത്ത് പിശാച് പിടിച്ചവന്മാരും ഉണ്ട്. ഈ 400 പേർക്കകത്ത് സാത്താന്റെ മക്കളും ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. കാരണം ബാസോർ തോടിന്റെ അവിടെ മടങ്ങി വന്നതിന് ശേഷം പറയുന്നുണ്ട്, നമ്മൾ കണ്ടുകിട്ടിയ കൊള്ളയ്ക്കകത്ത് ഇവിടെ മടിച്ചിരുന്നവർക്ക് കൊടുക്കേണ്ടത്. അപ്പൊ സാത്താന്റെ സന്തതിയല്ലേ? പക്ഷെ അഭിഷേകമുള്ള ദാവീദിന്റെ കൂടെ ദൈവാത്മാവ് ഉള്ളത് കൊണ്ട് ആ സൈന്യത്തെ തോൽപ്പിച്ച് തന്റെ പുത്രീപുത്രന്മാരെയും ഭാര്യമാരെയും താൻ നേടി മടങ്ങി വരുന്ന ഒരു ചരിത്രം കാണാൻ കഴിയും. എന്തുകൊണ്ട്? അതിന് വഴികാട്ടിയായ ഒരു ഇസ്രായേലിനെ കൂടെ അവിടെ കാണാൻ കഴിയും. ശത്രു സാമ്രാജ്യത്തിലുള്ളവനെ ആരോഗ്യം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഫെലിസ്ത്യർ ഉപേക്ഷിച്ചു പോയവനെ ഇതാ ദാവീദ് തേടിപ്പിടിച്ച്, ദാവീദിന്റെ മുമ്പിൽ ദൈവം എത്തിച്ച്, ദാവീദിന് കഴിക്കാൻ വെച്ചിരുന്ന അത്തിയടയും ഒരു തുരുത്തി വെള്ളവും കൊടുത്ത് അവന് ഉയിർ വരുത്തിച്ചിട്ട് അവനിലൂടെയാണ് അമാല്യക്കരുടെ വഴി ഏതാന്ന് തിരിച്ചറിയുന്നത്. അതായത് നിങ്ങളുടെ ശത്രുപക്ഷത്തു നിന്ന് തന്നെ ദൈവം നിങ്ങൾക്ക് അനുകൂലമായ ചില വ്യക്തികളെ തിരിച്ചു തരും. ഇന്ന് നിങ്ങൾക്ക് ശത്രു എന്ന് പറയുന്നവനെ തന്നെ നിങ്ങൾക്ക് മിത്രമാക്കി പരിശുദ്ധാത്മാവ് മാറ്റിത്തരും. ഇങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയ തന്റെ കുടുംബത്തെ ദാവീദ് നേടുന്നത്.
എന്താണ് ഇതിന്റെ പിന്നിലത്തെ കാരണം? ഇതിന്റെ പിന്നിലത്തെ കാരണം ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ദൈവാലോചന ചോദിച്ചാണ് പുറപ്പെട്ടത്. ദൈവാലോചന ചോദിച്ചാണ് പുറപ്പെട്ടത്. ദൈവാലോചന ചോദിച്ചാണ് പുറപ്പെട്ടത്. ഇന്ന് ദൈവം തിരഞ്ഞെടുക്കാത്ത ഒരു വ്യക്തി ഇന്ന് ഇതിനകത്ത്, ദൈവം വിളിക്കാത്ത ഒരു വ്യക്തി ഇന്ന് ഈ പ്ലാറ്റ്ഫോമിനകത്ത്, ദൈവം സ്നേഹിക്കാത്ത ഒരു വ്യക്തി ഇന്ന് ഇതിനകത്തില്ല. എന്തിനാണെന്നറിയാമോ? നിന്നെ കർത്താവ് വിളിച്ച് നഷ്ടപ്പെട്ടതിനെ വീണ്ടുകൊള്ളാം. നീ ദൈവത്തോട് ചോദിക്കുന്നുണ്ടല്ലോ, എനിക്കത് എത്തിപ്പിടിക്കാമോ? എനിക്കത് വീണ്ടുകൊള്ളാമോ? എനിക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയുമോ? എനിക്ക് അങ്ങനെ ആയിത്തീരാൻ കഴിയുമോ? നീ ചോദിക്കാറുണ്ടല്ലോ. കർത്താവ് ഉറപ്പിക്കും. പഴയ നിയമത്തിൽ വിശ്വസ്തനായിരുന്ന ദൈവം പുതിയ നിയമത്തിൽ അധികം വിശ്വസ്തനാണ്. കാരണം പഴയ നിയമത്തിൽ നിങ്ങൾക്കൊരു മധ്യസ്ഥൻ ഇല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നിങ്ങൾക്കൊരു മധ്യസ്ഥനുണ്ട്. ഹാബേലിനേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം ഈ ഭൂമിയിൽ നമുക്ക് പകർന്നു തന്ന കർത്താവായ യേശു. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, നഷ്ടപ്പെട്ടതിനെ കുറിച്ചും വിചാരപ്പെടരുത്, കൈവിട്ടു പോയതിനെ കുറിച്ചും വിചാരപ്പെടരുത്, ഒറ്റപ്പെടുത്തിയവരെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാത്തിനും പ്രാർത്ഥനയാൽ, എല്ലാത്തിനും പ്രാർത്ഥനയാൽ, അപേക്ഷയാൽ, എല്ലാത്തിനും പ്രാർത്ഥനയാൽ, അപേക്ഷയാൽ, സ്തോത്രത്തോടെ, സ്തോത്രത്തോടെ, സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ, ദൈവസന്നിധിയിൽ, ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുക എത്രയേ വേണ്ട, അടുത്ത് ചെല്ലുക എത്രയേ വേണ്ട. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്നു, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ മേൽ എന്നും ഉണ്ടാകും. എത്ര പേർ വിശ്വസിക്കുന്നു? പ്രിയപ്പെട്ടവരെ, അങ്ങനെ വിശ്വസിക്കുന്നവർ കണ്ണുകൾ അടച്ചു. ഇത് ആത്മാവ് നിങ്ങളെ സ്പർശിക്കാൻ ആഗ്രഹിക്കുക, ആത്മാവ് നിങ്ങളെ സ്പർശിക്കാൻ ആഗ്രഹിക്കുക. കർത്താവേ, ഈ യൂട്യൂബിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവകരങ്ങളിൽ ഇപ്പോൾ ഈ ജനത്തെ അവിടുന്ന് തൊടണം. ചില അമാല്യക്ക് ശക്തിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് ചിലരെ പുറത്തെടുക്കുക. അമാല്യക്ക് ശക്തിയിൽ നിന്ന്, അമാല്യക്ക് ആമേൻ അടിമത്തത്തിൽ കൊണ്ടുപോയ ചിലതിനെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ കെട്ടുപൊട്ടിച്ചു പുറത്തെടുക്കുക. ആ സ്വാതന്ത്ര്യമില്ലായ്മയിൽ നിന്ന് ആത്മാവ് ചിലരെ പുറത്തെടുക്കുകയാണ്. കർത്താവെ, കേട്ട വചനത്താൽ ഇവരുടെ കെട്ടുകൾ അഴിയണം, ബന്ധനങ്ങൾ ഇവർ വിടുവിക്കപ്പെടും. സ്വർഗം ഇവരെ ആദരിക്കണം. അനുഗ്രഹിച്ച് ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. മഹത്വം മുഴുവൻ അങ്ങേ യേശുവിൻ നാമത്തിൽ. അടുത്ത ദിവസം വീണ്ടും പുതിയൊരു സന്ദേശവുമായി കാണുന്നത് വരെ അത്യുന്നതന്റെ ചിറകിന്റെ കീഴിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ.